ഹായ്, ഫ്രഷ് ആൻഡ് സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും മൈക്കും ഒക്കെ സെറ്റാക്കി അടുക്കളയിൽ എടുക്കുന്ന വീഡിയോയ്ക്ക് പകരം സൺലൈറ്റിൽ പ്രകൃതി രമണീയമായ സ്ഥലത്ത് വെച്ച് വീഡിയോ എടുക്കണമെന്ന് കുറേ നാളായി മോഹിക്കുന്നു. അതിന് പറ്റിയ സ്ഥലം അന്വേഷിച്ചിറങ്ങിയതാണ് ഞാൻ. പച്ചപ്പും തോടുകളും പുഴകളും മഴയും പൊടിപിടിച്ച റോഡുകളും നാട്ടുംപുറങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. മറുനാട്ടിൽ താമസിച്ചിട്ട് തിരിച്ചെത്തുമ്പോഴാണ് നമുക്കതിൻ്റെ ഭംഗിയും മൂല്യവും മനസ്സിലാവുന്നത്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ സ്വന്തം വീട്ടിലാണ്. കാഞ്ഞങ്ങാട്ടുള്ള പനത്തടി പഞ്ചായത്തിൽ വരുന്ന വാതിൽമാടി എന്ന സ്ഥലമാണിത്. നല്ല തോടുകളും കവുങ്ങും തോട്ടങ്ങളുമുള്ള നല്ലൊരു സുന്ദരമായ സ്ഥലമാണിത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എല്ലാവരെയും കൂടെ കൂട്ടി നമുക്ക് ഒരു നാടൻ ബാർബിക്യൂ അങ്ങ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ചിക്കൻ ബാർബിക്യൂവിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ തൈര് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു അരക്കപ്പ് തൈര് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് മല്ലിയില, പുതിനയില, മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മുളക് പൊടി, കുരുമുളക് പൊടി, നാരങ്ങ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഗരം മസാലയാണ്, ഉപ്പ്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ അനിയന്മാർ നേരത്തെ തന്നെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ഒരു ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് 2 പച്ചമുളകും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് മൂന്നും കൂടെ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കണം. കറക്കിയെടുത്ത ശേഷം നമുക്കതിലേക്ക് നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കി ഒരു പേസ്റ്റ് ആക്കി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ മസാല ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈരൊക്കെ മസാലക്കൊക്കെ എത്ര പുളി വേണം അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ഭാഗം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് അവസാനം മസാല നോക്കിയ ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഗരം മസാല ഒരു 3 ടേബിൾ സ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലയ്ക്ക് വേണ്ടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ മസാല ഈ തൈരും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് തൈരൊക്കെ കുറവാണെങ്കിൽ കുറച്ചും കൂടെ തൈരൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറച്ചൊരു പുളി കുറവാന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ തൈരൊന്ന് ചേർത്ത് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ബാർബിക്യൂവിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചിക്കൻ നമുക്ക് അതിലേക്ക് ഇട്ട് നന്നായിട്ട് മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം. ചിക്കനൊക്കെ ഇവിടെ ഞാൻ അരമണിക്കൂർ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബാർബിക്യൂ ചെയ്തെടുക്കാം. അപ്പോൾ അൽഫാമിൻ്റെ ഗ്രിൽ സെറ്റൊക്കെ ആദ്യം തന്നെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ഈ അൽഫാമിൻ്റെ സെറ്റ് നമുക്ക് കനലൊരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. അനിയന്മാർ ആദ്യം തന്നെ ചിരട്ടയും കൽക്കരിയും കത്തിച്ച് കനൽ തയ്യാറാക്കി വെച്ചിരുന്നു. നല്ല കാറ്റടിക്കുന്ന സ്ഥലമായതുകൊണ്ട് ചാർക്കോൾ നിന്ന് കത്തുന്നുണ്ടായിരുന്നു. പുകയടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്കും ഇനിയും കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അനിയന്മാരും അവിടെ വന്നിരുന്നു. ആ സമയം ആയപ്പോഴത്തേക്കും പിള്ളേർ തോട്ടിൽ ചാടാൻ തുടങ്ങി. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഗ്രില്ലായിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഊതി കൊടുക്കുമ്പോൾ നല്ല കനലൊക്കെ നന്നായിട്ട് കത്തി വരുന്നുണ്ട്. അപ്പം നല്ല കാറ്റടിക്കുന്നതുകൊണ്ട് കനലിനൊന്നും ഒരു കുറവുമില്ലായിരുന്നു. ഇപ്പോൾ ഒരു സൈഡൊക്കെ നമ്മുടെ ഗ്രില്ലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം.
നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. അപ്പം നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കനലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കൻ തിരിച്ചും മറിച്ചൊക്കെ വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബാർബിക്യൂ. അപ്പോൾ ബാർബിക്യൂ ഒക്കെ ഏകദേശം വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ചിക്കനൊക്കെ ചെറുതായിട്ടൊന്ന് കുത്തി കുത്തി കൊടുക്കണം. അപ്പോൾ അതിനുള്ളിലേക്ക് മസാലയൊക്കെ കയറി നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിവിടെ കുറച്ച് നമ്മൾ ബാക്കി വന്ന മസാലയിലേക്ക് കുറച്ച് നാരങ്ങ നീരും കുറച്ച് ഓയിലും കൂടെ, സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ബ്രഷിൽ ഇത് മുക്കി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. മസാലയൊക്കെ പിടിക്കാത്ത ഭാഗത്തിലേക്ക് നമുക്ക് ഈ ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇത് തിരിച്ചു വെച്ച് കൊടുത്ത് നമുക്ക് അടുത്ത സൈഡിലും ഇതേപോലെ ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഞാനൊന്ന് തിരിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ സെറ്റ് ബാർബിക്യൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളതൊരു ഇലയിലോട്ട് മാറ്റുവാണ്. ഗ്രില്ലിൽ നിന്നും ഇലയിലോട്ട് മാറ്റിയപ്പോൾ തന്നെ കുറേ കൈകൾ വന്ന് ടേസ്റ്റ് നോക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഒന്ന് മാറ്റിയ ശേഷം അതിലേക്ക് ഞാൻ ബാക്കിയുള്ള ചിക്കൻ കൂടി ഒന്ന് വച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത സെറ്റ് ചിക്കനും കൂടെ ഒന്ന് വച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനത് ഗ്രില്ലിലേക്കൊന്ന് നല്ല കനലിലേക്കൊന്ന് വച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ബാർബിക്യൂ റെഡി ആകട്ടെ. ഈ സമയം നോക്കുമ്പോഴത്തേക്കും നല്ല ഒഴുകുന്ന തെളിഞ്ഞ വെള്ളമായിരുന്നു. അത് ഈ ബിരുദന്മാർ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വെള്ളാക്കല്ലേ, അങ്ങോട്ട് പോയിക്കോ കിച്ചു എങ്ങുന്നില്ല, കിച്ചു ഇറങ്ങുന്നില്ല. മുകളിൽ നിന്ന് കിച്ചുവും ഗൗരിയും കല്ലെടുത്തെറിഞ്ഞോണ്ടേയിരിക്കായിരുന്നു. അവർക്ക് ഇറങ്ങാൻ പറ്റാത്തതിന്റെ കുശുമ്പ് കല്ലെടുത്തെറിഞ്ഞവർ തീർക്കുകയായിരുന്നു. നീ ചാടാൻ പോവാ. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഒരു സൈഡൊക്കെ വെന്തപ്പം ഞാനൊന്ന് തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ബാക്കി വന്ന മസാലയും ഓയിലും നാരങ്ങ നീരൊക്കെ മിക്സ് ചെയ്ത മിക്സ് ഞാൻ ഒരു ബ്രഷിലാക്കി ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അടുക്കളയിലൊക്കെ പണി കഴിഞ്ഞ് മമ്മിയും ഞങ്ങളുടെ കൂടെ വന്ന് നിന്നു. നല്ല കാറ്റുള്ളതുകൊണ്ട് നല്ല കനലുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ പെട്ടെന്ന് തന്നെ ബാർബിക്യൂ നമ്മുടെ റെഡിയായി കിട്ടി. ഇവിടെ എന്തൊക്കെയാ ചെയ്യുന്നുണ്ട്. അച്ഛനും ഇവിടെ വന്നു നിന്നു. വീഡിയോയുടെ മുമ്പിൽ വരാന് ഭയങ്കര നാണമുള്ളവന്മാരാണ് എൻ്റെ അനിയന്മാര്. ചെരുപ്പ് പോട്ടാ. അങ്ങനെ നമ്മുടെ ബാർബിക്യൂ ഇവിടെ തയ്യാറായിട്ടുണ്ട്.
നമ്മുടെ പറമ്പിൽ നിന്നും ഡൈനിങ് ടേബിളിൽ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ്റെ അളവ് ഒരു പ്ലേറ്റിലേക്ക് ചുരുങ്ങി കുറഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്